ഫ്രണ്ട്സ്, അപ്പം ഞങ്ങൾ ഇന്നിതാ ഒരു യാത്ര പോവുകയാണ്. ഇപ്പോൾ സമയം 6:15. ഒരു 20 ലിറ്റർ പെട്രോൾ അടിച്ചിട്ട് ഞങ്ങളിതാ നല്ലൊരു അടിപൊളി ക്ലൈമറ്റിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുകയാണ് കേട്ടോ. മഴക്കാലമാണെങ്കിൽ മഴയൊക്കെ വിട്ട് നിന്ന് നല്ല കോടൊക്കെ നിറഞ്ഞ് നിൽക്കുന്ന റോഡാണ് ടോട്ടലുള്ളത്. അപ്പം ഞാൻ മാത്രമല്ല കൂടെ ഉള്ളത്, അച്ചു ഉണ്ട്, പിന്നെ മോളും ഉണ്ട്. മോളെ നേരെ ഉറങ്ങുന്നോടന്ന് എടുത്ത് കൊണ്ട് പോകുന്നട്ടെ. ഉണർന്നിട്ട് പോലും ഇല്ല, ഇനി ഉണർന്നിട്ട് വേണം ഡ്രസ്സും കാര്യമൊക്കെ ഇട്ട് കൊടുക്കാനൊക്കെ. അപ്പോൾ ഞങ്ങളിതാ യാത്ര പോവുകയാണ്. ഇപ്പോൾ കക്കാട്ടിൽ നിന്നാണ് ഞങ്ങൾ ഈ വീഡിയോ എടുക്കുന്നത്. നല്ല ക്ലൈമറ്റ് എന്നാൽ മഞ്ഞും ഒന്നായിട്ട് മൂടി കെട്ടിയിട്ടുള്ള ഒരു ക്ലൈമറ്റാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ യാത്ര ചെയ്ത് ഏകദേശം കുന്നംകുളം എത്താൻ നേരത്തെ ഇതാ മോളെ എണീറ്റിട്ടുണ്ട് കേട്ടോ. അപ്പം മോളെ എണീറ്റപ്പോൾ മോളെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്. മോള് ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ. അവൾക്ക് യാത്ര ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് നല്ല ചിരിയും കളിയായിട്ടൊക്കെ അവൾ നിന്ന് കൊടുക്കുന്നുണ്ട്. നല്ല വർത്താനൊക്കെ പറഞ്ഞ് ഉടുപ്പൊക്കെ മാറുകയാണ്. ഉടുപ്പൊക്കെ മാറിയിട്ട് അവൾക്ക് ചായ കുടിക്കാനുള്ള ഒരു ഹോട്ടലിൽ കൊടുക്കണം. നീച്ച് അപ്പം തന്നെ അവൾ ചായ കുടിക്കൽ കുറവാണ്. പക്ഷേ എന്നാലും നമുക്ക് യാത്ര ചെയ്യുമ്പോൾ അവർക്കൊന്നും കൊടുക്കാതെ നിൽക്കുന്നത് ഛർദ്ദിക്കാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമോ എന്ന് കരുതിയിട്ട് നമ്മളിതാ അവൾക്ക് ഒരു ചായക്കടയ്ക്ക് നിർത്താനാണ് പിന്നെ പോകുന്നത്. അങ്ങനെ ഒരു ചായക്കട കണ്ടെത്തി ഞങ്ങളിവിടെ കയറിയിട്ടുണ്ട്. മോൾക്ക് കട്ടൻ ചായയാണ് മോൾക്ക് ഇഷ്ടം. അതുകൊണ്ട് കട്ടൻ ചായയൊക്കെ വാങ്ങി കൊടുക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ അവൾ കുറുമ്പ് കാണിക്കുന്നുണ്ട് എണീറ്റ് ഉടനെ തന്നെ ആയതുകൊണ്ട്. അതുകൊണ്ട് ഞങ്ങൾ സോപ്പിട്ടൊക്കെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞൊക്കെ ചായ കൊടുക്കാൻ നോക്കുകയാണ്. അപ്പോൾ കടയിൽ നിന്ന് കുടിക്കണില്ല. അപ്പോൾ ഞങ്ങൾ അവൾക്കുള്ള ചായ പുറത്തേക്ക് എടുത്തൊരു പെട്രോൾ പമ്പിന് അടുത്തുനിന്ന് ഇങ്ങനെ സോപ്പിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അവിടുന്ന് ചായയൊക്കെ അവൾ ഏകദേശം കുടിക്കുന്നുണ്ട്. അങ്ങനെ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും യാത്ര ചെയ്ത് ഏകദേശം ഈ നഗരത്തിൽ നിന്നൊക്കെ മാറി നമ്മൾ ഫോറസ്റ്റ് ഏരിയയ്ക്ക് എത്തിയിട്ടുണ്ട്. അവിടെ എത്തുമ്പോൾ നല്ല തണുപ്പും നല്ല ഒരു തണലൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ വരുന്ന വഴിക്കിതാ ഈ കാട് കഴിഞ്ഞ് ഉടനെ നമ്മളൊരു തെങ്ങുമല്ല പനിയല്ലാത്തൊരു മരം കണ്ടിട്ട് ഇത് എന്താണെന്ന് ശരിക്കും എനിക്കറിയില്ല. അപ്പോൾ ഇതെന്താണെന്ന് അറിയെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യും. അങ്ങനെ ഇതൊക്കെ കണ്ട് ഞങ്ങൾ യാത്ര ചെയ്യുമ്പോഴാട്ടെ ഇവിടെ കുറച്ചൊരു ഭംഗിയുള്ള സ്ഥലം കണ്ടത്. ഞങ്ങളിങ്ങനെ പോണ വഴിയിൽ ഒരു പുഴ കണ്ടിട്ട് നല്ല ഭംഗി തോന്നിയപ്പോൾ അവിടെ ഇറങ്ങിയതാണ്. പുഴയിൽ ഇറങ്ങരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ മുതലുണ്ട് എന്നാണ് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത്. ചേട്ടാ ആൾക്കാരൊക്കെ മുന്നറിയിപ്പ് ബോർഡൊക്കെ ഉണ്ട് അല്ലേ? ചില ആൾക്കാർ അതിൻ്റെ അടുത്ത് പോകുന്നുണ്ട്. അപ്പം നമുക്ക് ഇറങ്ങി നോക്കല്ലേ? ഇറങ്ങരുത് എന്ന് പറഞ്ഞിടത്തേക്ക് ഇറങ്ങാനല്ല കേട്ടോ നമ്മൾ പോണത്. നമ്മളതിൻ്റെ സൈഡിൽ മാത്രം നിൽക്കണുള്ളൂ. കാരണം വെള്ളത്തേക്ക് ഇറങ്ങണില്ല. അപ്പം നമ്മൾ എങ്ങോട്ടാണ് പോകണമെന്ന് ഇതിൻ്റെ മുമ്പ് പറയാൻ വിട്ടുപോയി. ഞങ്ങൾ ആതിരപ്പള്ളിയാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങോട്ടാണ് ഉള്ള യാത്ര. അവിടെ നിന്ന് വരുന്ന വെള്ളം തന്നെയാണ് ഇത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഇവിടെ നിന്നവർ. അപ്പോൾ ഞങ്ങൾക്ക് എന്തായാലും ഇത് കണ്ടപ്പോൾ നല്ല ഭംഗിയുള്ളൊരു സ്ഥലമായിട്ട് തോന്നി. ഇവിടെ കുറേ നേരം ഞങ്ങൾ ഇരുന്നിട്ടൊക്കെയാണ് പോയിട്ടുള്ളത്. നല്ല തണലും ഉണ്ട്. മഴക്കാലമായിട്ട് പോലും ഒരു തുള്ളി മഴ പോലും ഇന്ന് പെയ്തിട്ടില്ല. നല്ലൊരു കാലാവസ്ഥയാണ്. വെയിലുണ്ട്, പക്ഷേ എന്നാലും നമുക്ക് നല്ല എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു കാലാവസ്ഥ തന്നെയാണ്. ഒരുപാട് ദൂരം യാത്ര ചെയ്തുകൊണ്ട് ഞങ്ങൾ ഇവിടെ ഒരുപാട് നേരം നിന്നിരുന്നു. മോളൊക്കെ നല്ല കളിച്ച് ഒന്ന് ഫ്രഷ് ആയതിന് ശേഷം ഞങ്ങൾ വീണ്ടും യാത്ര ചെയ്തു. അങ്ങനെ കുറച്ച് ദൂരം പോയപ്പോൾ ആതിരപ്പള്ളിയുടെ കുറച്ച് സ്ഥലങ്ങൾ നമ്മൾ വീണ്ടും അവിടുന്ന് കാണാൻ തുടങ്ങിയിട്ടാണ്. നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് തോന്നി. അതും കഴിഞ്ഞ് കുറച്ചും കൂടി പോയിട്ടാണ് നമുക്കിവിടെ ആതിരപ്പള്ളി പോകേണ്ട ടിക്കറ്റ് കിട്ടുന്ന സ്ഥലം എന്ന ഒരു ചെക്ക് പോയിൻ്റ്. അവിടെ നിന്ന് നമ്മൾ ടിക്കറ്റ് എടുത്തു. ആളുകൾക്ക് 2 ആളുകൾക്ക് 50 രൂപയുണ്ട് വരുന്നത്. പിന്നെ അവിടെ ഓരോന്നിനും ഓരോ ചാർജുകളുണ്ട്. ക്യാമറയ്ക്കൊക്കെ അതൊക്കെ അവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ബോർഡുകൾ എത്ര രൂപയാണെന്ന് ഓരോരുത്തർക്ക് വ്യത്യസ്തമായിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അതിൽ വിദേശികൾക്ക് 200 രൂപ എന്നൊക്കെ എഴുതിയിട്ട് അതെന്താ അങ്ങനെയെന്നൊരു സംശയം വന്നിട്ട് എനിക്ക്. അങ്ങനെയുള്ള ചാർജുകളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ വീണ്ടും അവിടുന്ന് യാത്ര ചെയ്യാണ്ട് ആതിരപ്പള്ളിയുടെ ഫസ്റ്റ് വ്യൂ പോയിൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വ്യൂ പോയിൻറ്റിലെത്തി. അവിടെ എത്തിയപ്പോൾ ഇതാക്കണേ നല്ല ഭംഗിയിൽ കാണുന്നുണ്ട്. പക്ഷേ ഞങ്ങൾ വിചാരിച്ച അത്ര ആയിട്ട് ഞങ്ങൾ മഴക്കാലത്ത് വരുമ്പോൾ നമ്മൾ ഒന്നായിട്ട് നിറഞ്ഞൊഴുകുന്നാണ് വിചാരിച്ചത്. പക്ഷെ അത്രയ്ക്ക് കണ്ടില്ല കേട്ടോ. കാരണം നമ്മൾ പല വീഡിയോയിലൊക്കെ കാണുന്ന പോലെ നല്ല വെള്ളച്ചാട്ടം കണ്ടു. പക്ഷെ അങ്ങനെയല്ല. ഇത് 3 ലെയറായി 3 സ്ഥലത്തു കൂടിയാണ് വെള്ളം ഒഴുകണതൊക്കെ കേട്ടോ. നമ്മൾ വിചാരിച്ച അത്ര ഇല്ലാത്തതിൻ്റെ ഒരു നിരാശ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ ഞങ്ങൾ ഏകദേശം ഒരു 15 മിനിറ്റോളൊക്കെ ചിലവഴിച്ചു. ഇനി അടുത്ത സ്പോട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ മെയിൻ കവാടത്തേക്ക് കേട്ടോ. അതിരപ്പള്ളിയുടെ മെയിൻ കവാടത്തേക്കാണ് പോകുന്നത്. അവിടെ പോകുന്ന സമയത്ത് നമുക്ക് ഈ വെള്ളച്ചാട്ടം നല്ല അടുത്തൊന്നും കാണാം. അതുപോലെ നമ്മളതിൻ്റെ മേലെ കയറിയിട്ടൊക്കെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അങ്ങോട്ടാണ് ഇനി പോകുന്നത്. അങ്ങനെ നമ്മൾ മെയിൻ കവാടത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അവിടെ കുട്ടികൾക്കുള്ള ടോയ്സിൻ്റെ കടകളൊക്കെ ധാരാളം ഉണ്ട് കേട്ടോ. നമ്മൾ അതിന് മുന്നിലൂടെയാണ് ഈ മെയിൻ കവാടത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുള്ളത്. ഇവിടെ എത്തുമ്പോൾ ഇവിടെ നിന്നും ടിക്കറ്റ് കിട്ടും കേട്ടോ. അതിനകത്തേക്ക് പോകേണ്ടത്. അവിടെ നിന്ന് എടുക്കാത്തവരുണ്ടെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് എടുത്ത് കയറാം. ഇവിടെ നിന്ന് നമ്മൾ ക്യാമറേൻ്റെത് ഞങ്ങൾ അവിടെ നിന്ന് എടുത്തിട്ടില്ല. അതുകൊണ്ട് ഇവിടെ നിന്ന് എടുത്തു. അതും എടുത്താണ് നമ്മൾ ഉള്ളിലേക്ക് പോകുമ്പോൾ ഇവിടുന്ന് ടിക്കറ്റ് വാങ്ങാൻ ഒരു ചേച്ചി ഉണ്ട്. ആ ചേച്ചി പറഞ്ഞു ഇവിടുന്ന് വാൽച്ചാൽ വെള്ളച്ചാട്ടം നമുക്ക് കാണണമെങ്കിൽ ഇതേ ടിക്കറ്റ് തന്നെ ഉപയോഗിക്കാമെന്ന് കേട്ടോ. മാത്രമല്ല നമ്മൾ ഇവിടുന്ന് 5 കിലോമീറ്റർ പോകാനുള്ള വാൽച്ചാൽ വെള്ളച്ചാട്ടത്തേക്ക് അങ്ങോട്ട് പോകുന്ന സമയത്ത് തന്നെ നമുക്ക് ചാർപ്പ വെള്ളച്ചാട്ടവും കാണാൻ കഴിയുമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ.
ഇങ്ങനെ ചേച്ചിയോട് സംസാരമൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ നടന്നു തുടങ്ങിയിട്ടിട്ടോ. മോള് ഒറ്റയ്ക്ക് നടക്കാൻ വേണ്ടി വാശി കാണിക്കാനിട്ട് അങ്ങനെ കുറച്ച് ദൂരം അവൾ ഒറ്റയ്ക്ക് നടന്നു. പിന്നെ ഞാൻ എടുത്തുട്ടോ, കുറേ ദൂരം നടക്കാനുണ്ട് എന്ന് ചേച്ചി ആദ്യമേ പറഞ്ഞിരുന്നു. അതുകൊണ്ട് മോളെ എടുത്തും കൊണ്ടാണ് ഞങ്ങൾ നടക്കുന്നത്. ഇതിന് മുമ്പ് ഞാൻ പോയിട്ട് ഒരുപാട് കാലമായിരുന്നു. പക്ഷേ അച്ചു കുറച്ച് കാലം മുമ്പ് പോയിരുന്നു. അന്ന് അവൾ പോയപ്പോൾ ഇതുപോലൊന്നും അല്ലായിരുന്നു. വെള്ളം ഒരുപാട് ഉണ്ടായിരുന്നു. വിട്ട് തന്നെ നിൽക്കണം എന്നുണ്ടെങ്കിൽ കോട്ടൊക്കെ വേണമായിരുന്നു, അല്ലെങ്കിൽ കുട വേണമായിരുന്നു, മേൽക്കൊക്കെ വെള്ളം ആവും എന്നൊക്കെ അവൾ പറഞ്ഞിരുന്നു. കുറച്ച് നടന്നായിട്ട് കുഴങ്ങുമ്പോ ഇവിടെ സർബത്തൊക്കെ ഉണ്ട് കേട്ടോ, വേണ്ടവർക്ക് കുടിക്കാം. സർബത്തും ജ്യൂസും ഒക്കെ ഉണ്ട്, ചായ ഒക്കെ ഉണ്ട് തോന്നുന്നില്ല. അപ്പൊ ഞങ്ങൾ താഴെ എപ്പോഴും എത്തുകയെന്നൊന്നും അറിയില്ല. കാരണം ഒരാൾക്ക് നടക്കുക തന്നെ വേണം, എടുക്കാൻ സമ്മതിക്കണില്ല. ഒറ്റയ്ക്ക് നടന്നു വരികയാണ്. ഇന്ന് അവിടെ എത്തുമെന്നൊന്നും അറിയൂല. അങ്ങനെ ഇതാ കുറച്ച് ദൂരമൊക്കെ നടന്നപ്പോൾ നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ ഏറ്റവും ടോപ്പിലെത്തിയിട്ടുണ്ട്. ഇവിടെ ഇറങ്ങുമ്പോൾ ഒന്നും വഴിക്കാനൊന്നും ഇല്ല കേട്ടോ, നമുക്ക് സുഖമായിട്ട് പോകാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ്. ഇവിടുന്ന് കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയില്ല, അത്രയും നല്ല രസമായിട്ട് കാണുന്നുണ്ട് കേട്ടോ. അത്രയും ദൂരത്തുനിന്ന് വെള്ളം താഴോട്ട് വീണുകൊണ്ട് നമ്മൾക്ക് ഈ വെള്ളത്തിൻ്റെ പൊടിയായിട്ട് നമ്മൾ കാറ്റ് നമ്മൾ ഫേസിലേക്കൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. നല്ലൊരു കൂളായിട്ട് നല്ല ഫീലോട് കൂടി ഇരുന്ന് കാണാൻ പറ്റിയിട്ടുണ്ട്. അച്ചു വെള്ളം ഒരുപാടുള്ള സമയത്ത് വന്നപ്പോൾ ഇതിലേറെ ഭംഗിയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി അങ്ങനെയുള്ള സമയത്ത് ഒരിക്കൽ കൂടി വരണം. ഇവിടെ ഉള്ളൊരാൾ പറഞ്ഞു ഇങ്ങനെ ഈ വെള്ളം ഇത്ര കുറഞ്ഞ് ചാടാൻ കാരണം കൂടുതൽ മഴയുള്ള സമയത്ത് ഇവിടുന്ന് ഒരു ഡാം ഓപ്പൺ ആക്കുമ്പോഴാണ് അങ്ങനെ നിറഞ്ഞൊഴുകുക. അത് എപ്പോഴും ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടുള്ള. മഴക്കാലമാണെങ്കിലും തുടർച്ചയായിട്ട് മഴ പെയ്താൽ മാത്രമേ അങ്ങനത്തെ ഒരു ഫീലിങ്സ് ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു. എന്നാൽ പോലും ഇപ്പോഴും ഒട്ടും ഭംഗിക്ക് കുറവില്ല, അത്രയും നന്നായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഇവിടെ ഒരുപാട് ആൾക്കാർ കൂടിയിരുന്ന് കാണുന്നുണ്ട്. ഇവിടുത്തെ ഈ ഒരു മഴക്കാലത്ത് വന്നുകൊണ്ട് തന്നെ ഇവിടുത്തെ പച്ചപ്പൊക്കെ നല്ല മനോഹരമായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. പിന്നെ ഈ ഒരു ഷെഡിനെ കുറിച്ച് നമ്മൾ ഒരുപാട് വാർത്തയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. നമ്മളെ നാട്ടിൽ വെള്ളപ്പൊക്കം വന്നിരുന്ന സമയത്ത് പോലും ഇവിടെ ഒന്നായിട്ട് കുത്തിയൊലിച്ച് പോയിരുന്ന സമയത്ത് പോലും ഇതിനൊന്നും ഒരു കോട്ടം സംഭവിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു വെള്ളച്ചാട്ടമാണിത്. ഇവിടെ വന്നപ്പോൾ പിന്നെ അതുപോലെ മോക്ക് കുരങ്ങനൊക്കെ കാണിച്ചു കൊടുക്കാൻ പറ്റിയിട്ടാണ്. കുരങ്ങൻ ചെറിയ ഒരു ചാലിൽ നിന്ന് വെള്ളം കുടിക്കണൊക്കെ കണ്ടു. പിന്നെ കുരങ്ങനെ ആളുകളെ കണ്ടിട്ട് പോകണമൊന്നുമില്ല, പേടിയൊന്നുമില്ല. കാരണം സ്ഥിരമായിട്ട് ആളുകൾ വന്ന് ഭക്ഷണവും കാര്യമൊക്കെ കൊടുത്തിട്ട് ഇവിടെ ആളുകളുടെ ഇടയിൽ തന്നെയൊക്കെ നടക്കണൊക്കെ ഉണ്ട്. അതൊക്കെ മോക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ താഴത്തോട്ടാണ് ഇനി പോകാൻ നോക്കുന്നത്. താഴത്തേക്ക് പറഞ്ഞാൽ കുറച്ചിപ്പോൾ വന്നതിനെക്കാട്ടി ഒരുപാട് ദൂരം പോകാനുണ്ട്. അങ്ങനെ ഞങ്ങൾ കുറച്ച് ദൂരം അവിടെയൊക്കെ നിന്ന് സംസാരിക്കും, അത് കഴിഞ്ഞ് വീണ്ടും നടക്കും. അങ്ങനെയൊക്കെ നടന്നിട്ട് കാലിന് വയ്യാതൊക്കെ നിൽക്കുന്നവരുണ്ടെങ്കിൽ ഇറങ്ങാത്തതാവും നല്ലതെന്ന് തോന്നുന്നു എനിക്ക്. അത്രയ്ക്കും ഒരു ദൂരമുണ്ട്. ഇവിടുന്ന് കുറച്ചാണ് നടന്ന് കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ വ്യൂ ഒന്നും കൂടി കാണാൻ കഴിയും കേട്ടോ, കുറച്ച് അടുത്തുനിന്ന് കാണാൻ കഴിയും. അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മളിതാ താഴത്തേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാന്. ഇവിടുന്ന് ഞാൻ പറയുന്നത് കേൾക്കാന്ന് അറിയില്ല, അത്രയും സൗണ്ടിലാണ് ഈ വെള്ളം താഴേക്ക് വീഴുന്നത്. ഇല്ല ചേട്ടാ, മേലിന് ഇവിടെ എത്തിയപ്പോൾ ഒന്നും കൂടി ഭംഗി കൂടിയില്ലേ? നല്ല ഭംഗിയുണ്ട്. പിന്നെ വെള്ളം തെറിച്ചില്ല, ഇവിടെ കാണുന്നുണ്ടാവില്ല, ക്യാമറ കാണില്ല, കാണുന്നുണ്ടാവില്ല. ഇവിടെ ഒക്കെ ഫുള്ള് വെള്ളത്തുള്ളികളാണ്. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ അവിടെയൊക്കെ പോയി അല്ലേ, അതൊക്കെ വീഡിയോയിൽ ഞങ്ങൾ കാണിക്കാം. കല്ലിൻ്റെ മുകളിലൊക്കെ കയറി നിന്ന് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. കുറേ നല്ല രസമായി അല്ലേ. എന്തായാലും അങ്ങനെ ഒരുപാട് ദൂരം നടന്ന് നമ്മളിതാ ഈ ഒരു താഴത്തേക്ക് ഇറക്കമില്ലാത്തൊരു നിരന്ന സ്ഥലത്ത് കൂടി ഇങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ ആ വെള്ളച്ചാട്ടത്തിൻ്റെ ഭംഗി ഒരു പ്രത്യേകതരം ഫീലാണ്. ഈ നിൽക്കുന്നിടത്തൊക്കെ നമുക്ക് അതിൻ്റെ ഒരു തരിതരിയായിട്ട് നമ്മളെ ഫേസിലൊക്കെ വന്ന് വീഴുന്നുണ്ട്. നല്ലൊരു കാറ്റുള്ള പോലെ ഒരു ഫീലുണ്ട്. കാറ്റിപ്പോൾ ഞങ്ങളുള്ളപ്പോൾ അടിക്കുന്നില്ല എങ്കിൽ പോലും ഒരു കാറ്റുള്ളൊരു ഫീല് നമുക്ക് ആ വെള്ളത്തുള്ളികൾ തരുന്നുണ്ട്. പിന്നെ അതിൻ്റെ അടുത്തേക്ക് പോകും തോറും നമുക്ക് എന്താ പറയുക, നമ്മളിങ്ങനെ മഴ പെയ്യുന്ന ഒരു ഫീല് നമുക്ക് കിട്ടുന്നുണ്ട് അവിടുന്ന് വെള്ളം തെറിച്ചിട്ട്. അത്രയും ഭംഗിയിലാണ് നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ അനുഭവപ്പെടുന്നത്. പിന്നെ ദൂരെ നിന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് ആ വെള്ളച്ചാട്ടത്തിൻ്റെ ഒഴുക്ക് ഇങ്ങനെ സ്ലോവിലായിട്ടൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. ഒരു എന്താ പറഞ്ഞറിയിക്കാൻ കഴിയാത്തൊരു ഭംഗി അവിടെ ഉണ്ട്. നമ്മൾ പോയ ദിവസം മഴയൊക്കെ ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷെ മഴയൊന്നുമില്ല, വെയിലാണ്. വെയിലായപ്പോലും നമുക്ക് അവിടെ നിന്ന് നല്ലോണം എൻജോയ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ എത്രത്തോളം അടുത്തേക്ക് പോകുമ്പോൾ പേടിയാണ്, കാരണം കുറേ പാറകളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് അവിടുന്ന് വഴുതി വീഴുമെന്നൊക്കെ ഉള്ളൊരു ഫീലുണ്ട്. പക്ഷേ അങ്ങനെയൊന്നുമില്ല, ഒക്കെ നല്ല ഗ്രിപ്പുള്ളത് തന്നെയാണ്. ഒരുപാട് ആൾക്കാർ അതിൻ്റെ മാക്സിമം അടുത്തേക്ക് പോകുന്നുണ്ട്. അവിടെ പോയിട്ട് തന്നെ നല്ലോണം കണ്ടും അതുപോലെ വെള്ളത്തിൻ്റെ അടുത്ത് നിന്ന് സെൽഫി എടുത്തിട്ടും അതുപോലെ അവിടെ ചെറിയ ചെറിയ ചാലുകളൊക്കെ ഉണ്ട്, അവിടെയൊക്കെ ഇറങ്ങി കുളിക്കണൊക്കെ ഉണ്ട്. ഞാൻ പിന്നെ അതിനൊന്നും നിന്നിട്ടില്ല, മോളൊക്കെ കൂടെ ഉള്ളതുകൊണ്ട് നമ്മൾ ഒരുവിധം അടുത്ത് വരെയൊക്കെ പോയി മാക്സിമം. പിന്നെ നനയണ രീതിക്കൊന്നും നമ്മൾ പോയിട്ടില്ല, കാരണം ഇനി തിരിച്ച് പോകേണ്ടതൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ അധികം ഡ്രസ്സൊന്നും കരുതിയിട്ടില്ല. അപ്പോൾ ഇനി നനയേണ്ടെന്നൊക്കെ വിചാരിച്ചിട്ട്
നമ്മൾ വല്ലാതെ അടുത്ത് പോയിട്ടില്ല. എന്നാലും അച്ചു മോളെൻ്റെ കയ്യിൽ തന്നാണ്ട് കുറച്ച് ദൂരമൊക്കെ പോയി മാക്സിമം എൻജോയ് ചെയ്തിട്ടൊക്കെയാണ് നിൽക്കുന്നത്. അപ്പോൾ ആതിരപ്പള്ളി വരാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരിക്കലെങ്കിലും ആതിരപ്പള്ളി വരിക. അത്രയ്ക്കും ഭംഗിയായിട്ടുള്ളൊരു സ്ഥലമാണ്. ഒരുപാട് സിനിമകളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള നല്ലൊരു സ്ഥലമാണ്. ഇവിടെ വന്നവരൊക്കെ ഒരുപാട് സമയം ഇവിടെ ഇരുന്നിട്ടാണ് തിരിച്ചു പോണത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോകൾ വരുമ്പോൾ നിങ്ങൾക്ക് ആദ്യം തന്നെ കാണാൻ വേണ്ടിയിട്ട് ആ ബെല്ലൈക്കനൊന്ന് അമർത്തി ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക. പിന്നെ വേറെ ആരെങ്കിലും കാണാത്തതുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആതിരപ്പള്ളിയൊക്കെ പോകാൻ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നുണ്ട്. അതുവരെ എല്ലാവർക്കും ബായ്.